Good morning. Good morning, ma'am. Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജനറൽ ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. Yes, ma'am. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ഹോസ്പിറ്റൽ പ്ലാനിങ് കേട്ടോ. ഹോസ്പിറ്റൽ പ്ലാനിങ് ചാപ്റ്റർ 8th ചാപ്റ്റർ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പൊ അതല്ല, നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാനിങ് ആ പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് ആസൂത്രണങ്ങൾ, അത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാവാം. അവിടുത്തെ നല്ലൊരു പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രണമാവാം. ആ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം, പ്രധാനമായിട്ടും ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു ഹോസ്പിറ്റല് നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രവർത്തനക്ഷമമായിട്ടുള്ള രീതിയിലേക്ക് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ ആവശ്യമാണ്, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിലേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് പണിയുമ്പോൾ അല്ലെ, നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അത് പ്രവർത്തനക്ഷമമാവാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് താമസയോഗ്യമാവുന്നതിന് വേണ്ടിയിട്ട് അതുവരെയും നമ്മൾ ഒരുപാട് പ്ലാനിങ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്ന സർവീസുകൾ കൊണ്ടുവരുന്നു, പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. അത് ആ ഒരു സ്ഥാപനം പ്രവർത്തനക്ഷമമാകുന്നത് വരെ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പ്ലാനിങ് അതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആസൂത്രണങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്കത് നേടിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട്, അവരുടെയൊക്കെ റോൾസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോ സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷനില് ഹോസ്പിറ്റൽ പ്ലാനിങ് ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിപ്ലോമയില് പഠിച്ച കാര്യങ്ങളാണ്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട് അല്ലെ, OPD ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, പാത്തോളജി, ഫിസിയോതെറാപ്പി, ICU അല്ലെ, ബ്ലഡ് ബാങ്ക്, അങ്ങനെ ഒരുപാട്. ഇത് മാത്രമല്ല, അത് കൂടുതൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് സംയോജിച്ച് വരുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഒരു സ്ഥാപനത്തില് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അല്ലെ, ഇത്രയും മെഡിക്കൽ കെയർ സർവീസുകൾ ഒരുമിച്ച് നൽകണമെങ്കിൽ അതിന് ഒരുപാട് എന്താണ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ ആദ്യം നോക്കുന്നത്. ദ പിക്ചർ റിഗാർഡിംഗ് medical care services in India, in developing countries including India, can be described as chaotic. എന്ന് വെച്ചാല് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മെഡിക്കൽ കെയർ സർവീസുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിത രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളില് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ചയോട്ടിക്. ചയോട്ടിക് എന്ന് പറഞ്ഞാല് ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു താറുമാറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുഴപ്പം നിറഞ്ഞ രീതിയിലുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്നത് ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കുമ്പോഴും ഹോസ്പിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയല്ല മറ്റേതൊരു ഡെവലപ്പിംഗ് കൺട്രി, അതിലും ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിന്റെ ആ സ്ഥാപനങ്ങൾ നൽകുന്ന മെഡിക്കൽ കെയർ സേവനങ്ങള് അതുമായി ബന്ധപ്പെട്ട് ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു താറുമാറായ അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് the hospital beds are inadequate. The hospitals are located far away from the communities which need them, most crowded in towns and cities, and heavily biased in favor of urban population. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽസിന്റെ എണ്ണം പൊതുവെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കിയാൽ പൊതുവെ നമ്മുടെ തൊട്ട് അടുത്തുള്ള പ്രദേശങ്ങൾ വെച്ചോ നമ്മുടെ ഒരു സ്റ്റേറ്റിനെ എടുത്തൊക്കെ നോക്കുമ്പോൾ പൊതുവെ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ എണ്ണം സിറ്റിയിലല്ലേ കൂടുതൽ അല്ലെ. സിറ്റി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടൗണുകളിലാണ് കൂടുതൽ അല്ലെ. നമ്മുടെ സാധാരണ റൂറൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ട്രൈബൽ ഏരിയാസിലൊക്കെ ഹോസ്പിറ്റലിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. ശരിയല്ലേ? ചിലപ്പോൾ 1-2 ഹോസ്പിറ്റൽ മാത്രമാണ് ഒരു റൂറൽ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. അതേസമയം ഒരു സിറ്റി, ടൗൺ അങ്ങനെയുള്ള ഏരിയാസിൽ നോക്കുമ്പോൾ
നോക്കുമ്പോ അവിടെ നമ്പർ, ഹോസ്പിറ്റലുകളുടെ നമ്പർ അവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവാം അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാ പറയുന്നത്, ഒരു ഹോസ്പിറ്റലുകൾ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും is located far away from the communities which need them. ആ ഒരു ഹോസ്പിറ്റല് ആവശ്യമായി വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കും ചിലപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഒരു ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ, അവർക്ക് ചിലപ്പോൾ അവിടെയുള്ള ഒരു ഹോസ്പിറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ക്ലിനിക്ക് കൊണ്ടോ ചിലപ്പോൾ അവരുടെ ആ ഒരു ആവശ്യകതകൾ നിറവേറ്റാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്ത സിറ്റിയിലേക്കോ ടൗണിലേക്കോ എത്തേണ്ടതായിട്ട് വരാം, ശരിയല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങള് ഇവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. The located hospitals are located far away from the communities which need them and most crowded in towns and cities. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ നമ്മൾ ക്രൗഡഡ് ആയിട്ട് കാണുന്നത് ടൗൺസിലും സിറ്റീസിലുമാണ്. ആൻഡ് ഹെവിലി ബയസ്ഡ് ഇൻ ഫേവർ ഓഫ് അർബൻ പോപ്പുലേഷൻ. അതായത് നമ്മുടെ അർബൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലെ പോപ്പുലേഷൻസിന്റെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പക്ഷപാതം ഇവിടെ നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ആ ഒരു വിവേചനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും കൂടുതൽ ആളുകൾ, നമ്മുടെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ആവശ്യമായിട്ട് വരുന്ന സേവനങ്ങൾ ഒരിക്കലും റൂറൽ ഏരിയയിലോ ട്രൈബൽ ഏരിയയിലോ ഉള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. മറിച്ച് അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത്, അർബൻ പോപ്പുലേഷനിലുള്ള ആളുകൾക്കാണ് അല്ലെ. കാരണം എന്തുകൊണ്ടാണ്, അവിടെയാണ് മോസ്റ്റ് ക്രൗഡഡ് ആയിട്ട് ഹോസ്പിറ്റൽസ് ടൗണിലും സിറ്റീസിലും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നതും പ്രവർത്തനം നടത്തുന്നതും. ക്ലിയർ ആയോ അത്രയും? അപ്പൊ അവിടെ ശരിക്കും ഇതൊരു ജനറൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ജനറൽ ആയിട്ട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റൽസിൽ, ഇപ്പൊ ഹോസ്പിറ്റലിലെ ബെഡിലാവാം, അവിടേക്ക് കൊടുക്കുന്ന കെയറുകളിലാവാം അല്ലെ. ഇപ്പൊ നമ്മളൊരു റൂറൽ ഏരിയയിൽ നമ്മുടെ സ്വന്തം ഗ്രാമപ്രദേശത്തെ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഉണ്ടോ? എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ പോലെ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള കെയറോ കാര്യങ്ങളോ ആയിരിക്കും കൊടുക്കുക അല്ലെ. അതേസമയം നമുക്ക് ഫർദർ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിറ്റീസിലേക്കോ ടൗണുകളിലേക്കോ വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോവേണ്ടതായിട്ട് വരാം, ശരിയല്ലേ. അപ്പൊ അവിടെയും ഒരു വിവേചനം നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്നത്, ആർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത്, അർബൻ പോപ്പുലേഷനിൽ കേട്ടോ. അപ്പൊ നഗരപ്രദേശങ്ങളിലെ പോപ്പുലേഷനിലുള്ള ആളുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വിവേചനം നമുക്ക് ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബെഡ് കപ്പാസിറ്റി ആണെങ്കിൽ എങ്ങനെയാ റൂറൽ ഹോസ്പിറ്റലിലെ ഉള്ള റൂറൽ ഏരിയാസിലെ ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ ബെഡ് കപ്പാസിറ്റി എപ്പോഴും എവിടുത്തെ ഹോസ്പിറ്റൽസിന് തന്നെയായിരിക്കും, സിറ്റിയിലെയും ടൗൺസിലെയും ഒക്കെ വലിയ വലിയ ആശുപത്രികൾക്ക് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കൊടുക്കുന്ന സർവീസുകളുടെ എണ്ണത്തില് അല്ലെ, സർവീസുകൾ എങ്ങനെയായിരിക്കും, വലിയ വലിയ സിറ്റീസിലും ടൗണിലുള്ള ഹോസ്പിറ്റലിലല്ലേ സർവീസിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാവാം അല്ലെ. നല്ല നല്ല സ്പെഷ്യാലിറ്റി സർവീസുകൾക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. അതേസമയം റൂറൽ ഏരിയയിലെ ഹോസ്പിറ്റലിൽ അതേ രീതിയിലുള്ള ഒരു ബേസിക് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു മേഖല, ഏതൊരു ആസ്പെക്ട് എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ആ ഒരു വിവേചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. അതിന് പല കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കേൾക്കട്ടെ. Then, as it is said, although the average national bed population ratio is less than 0.8 beds per 1,000 population, it is as high as 2.5 beds per 1,000 population in metropolitan centers like Delhi and Mumbai, and as low as 1 bed per 3,700 to 14,000 population in rural and tribal areas in India. ഇവിടെ ഇതിൽ പറയുന്നത്, നിങ്ങൾ ആ ഒരു എന്താണ് എത്രയാണ് ബെഡ് പോപ്പുലേഷൻ കാര്യങ്ങൾ എന്റെ റേറ്റ് ഒന്നും പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒരു ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്, എന്താണ് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ആ ഒരു റേഷ്യോ നോക്കിയാലും നമുക്ക് ഈ ഒരു വിവേചനം മനസ്സിലാവും. അതിൽ ആദ്യം തന്നെ പറയുന്നത് നാഷണൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ. ഒരു ആവറേജ് നാഷണൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ
is less than 0.8 beds per 1000 population average ആണ് ട്ടോ വരുന്നത്. അപ്പോൾ ഒരു 0.8 beds per 1000 population and it's high as 2.5 beds per 1000 population in metropolitan centers like Delhi and Mumbai. പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സെന്ററുകളിലായിട്ടുള്ള ഡൽഹി മുംബൈയിലൊക്കെ നമ്മളൊരു കണക്കെടുത്ത് നോക്കിയാൽ അവിടെ പക്ഷേ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഹൈ ആണ്. 1000 പോപ്പുലേഷന് 2.5 ബെഡ്സ് വരെയും ഒരു ആവറേജ് നാഷണൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ വരുന്നുണ്ട്. അതേസമയം ഒരു ട്രൈബൽ ഏരിയയിലേക്കോ റൂറൽ ഏരിയയിലേക്കോ നമ്മൾ നോക്കിയാൽ അവിടെ എങ്ങനെയാണ്? കുറവാണ്. അതായത് 1 ബെഡ് പെർ 3700 മുതൽ 14000 പോപ്പുലേഷന് വരെയും ഒരു ബെഡ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു വിവേചനം അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും അത്രയും പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ആവറേജ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ മെട്രോപൊളിറ്റൻ സെന്ററുകളായിട്ടുള്ള ഡൽഹി, മുംബൈ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ടൗണുകൾ, സിറ്റീസ്, അങ്ങനെയുള്ള അർബൻ കേന്ദ്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഹൈയുമായിരിക്കും. ഇത്രയും മാത്രം നിങ്ങൾ ആ ഒരു ഡിഫറൻസ് മാത്രം മനസ്സിലാക്കി വെക്കുക. Then where there is inadequate medical care in rural areas, there is also shortage of care in some places. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ കെയർ, വൈദ്യപരിചരണത്തിന്റെ ആ ഒരു അപര്യാപ്തത റൂറൽ ഏരിയാസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു പല ഇടങ്ങളിലും ഈ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ആ ഒരു അസംതൃപ്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. So specialist services are concentrated in urban centers and there is duplication of services in many others. അപ്പൊ നമുക്ക് സ്പെഷ്യലൈസ്ഡ് സർവീസ് എപ്പോഴും കാണാൻ സാധിക്കുന്നത്, എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അർബൻ സെന്ററുകളിലാണ്, അല്ലെ? നഗരപ്രദേശങ്ങളിലുള്ള കേന്ദ്രങ്ങളിലാണ് എപ്പോഴും സ്പെഷ്യലിസ്റ്റ് സർവീസുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ആൻഡ് there is duplication of services in many others. മറ്റ് പല സർവീസുകളുടെയും ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റീസ് ഇതേ രീതിയിലുള്ള ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിത രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ എടുത്ത് നോക്കിയാലും അവിടുത്തെ മെഡിക്കൽ കെയർ സർവീസുകളില് അതായത് അവിടെ ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു കുഴപ്പം നിറഞ്ഞൊരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രധാനമായിട്ടും അവർ കൊടുക്കുന്ന മെഡിക്കൽ കെയർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത് ആവശ്യമായ കമ്മ്യൂണിറ്റികൾ ആരാണോ അവരിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും ഹോസ്പിറ്റലുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഏറ്റവും ക്രൗഡഡ് ആയിട്ട് കാണുന്നത് ടൗൺസിലും സിറ്റീസിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു അർബൻ പോപ്പുലേഷൻ, നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വിവേചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നാഷണൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എടുക്കുകയാണെങ്കിൽ മെട്രോപൊളിറ്റൻ സെന്റർ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എപ്പോഴും ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1000 പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. എന്നാൽ അതേസമയം ഒരു റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിലെ ഹോസ്പിറ്റലുകളുടെ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എടുക്കുകയാണെങ്കിൽ അത് 3700 to 14,000 പീപ്പിൾസ് വരെ ഒരു ബെഡിൽ താഴെ എന്ന രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ആവറേജ് ആണ് വരുന്നത്. അത്രയും എന്താണ് ലോ ആണ് അവിടുത്തെ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ കെയർ, കൊടുക്കുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അപര്യാപ്തത റൂറൽ ഏരിയയിലെ ഹോസ്പിറ്റൽസിൽ കാണാനായിട്ട് സാധിക്കും. ഇതേ രീതിയിലുള്ള ആ ഒരു വിവേചനം അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് അതേപോലെയുള്ള മറ്റു ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറിച്ച് സ്പെഷ്യലിസ്റ്റ് സർവീസുകളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അർബൻ സെന്ററുകളിൽ, നഗരപ്രദേശങ്ങളിലെ ഹോസ്പിറ്റൽ കേന്ദ്രങ്ങളിലായിരിക്കും. അതേ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേഷൻസ് അവിടെയുള്ള ഓരോ ഹോസ്പിറ്റലും സ്പെഷ്യലിസ്റ്റ് സർവീസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 2 പാരഗ്രാഫ് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ.
സർഫേറ്റ് എന്ന് പറഞ്ഞാല് മടുപ്പ് വരുന്നത് അല്ലെങ്കിൽ അസംതൃപ്തി എന്നുള്ള അർത്ഥമാണ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് പറയാണ് കേട്ടോ. There are many reasons for the current state of affairs. ഇപ്പൊ ഈ ഒരു നിലവിലുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്. An absence of a realistic national health policy, haphazard medical care planning, and inadequate availability of funds for the health sector are amongst the main reasons. There are many reasons for the current state of affairs. ഇപ്പൊ നിലവിലുള്ള ഇന്നത്തെ ഈ അവസ്ഥകൾക്ക് കാരണങ്ങൾ എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. അപ്പൊ അതില് ഈ ഒരു ഹോസ്പിറ്റൽസിൽ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ കാണാനുള്ള അതിന്റെ റീസൺസ് ആണ് പറയുന്നത്. ആൻഡ് ആബ്സെൻസ് ഓഫ് എ റിയലിസ്റ്റിക് നാഷണൽ ഹെൽത്ത് പോളിസി. പക്ഷെ എന്താ, ആ ഒരു വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയത്തിന്റെ അഭാവം. ആ ഹഫസാർഡ് മെഡിക്കൽ കെയർ പ്ലാനും ഒരു ക്രമരഹിതമല്ലാത്ത അല്ലെങ്കിൽ ഒരു അടക്കം ചിട്ടയും ഇല്ലാത്ത വൈദ്യപരിചരണവുമായി ബന്ധപ്പെട്ട ആസൂത്രണം. ആൻഡ് inadequate availability of funds for the health sector. ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് ഫണ്ടുകളുടെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ അപര്യാപ്തത. ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഒരു നല്ല ദേശീയ ആരോഗ്യ നയമില്ലാത്തതിന്റെ പ്രശ്നമാവാം. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഒരു അടക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ക്രമരഹിതമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ മതിയായിട്ടുള്ള ഫണ്ടുകളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പൊ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ അപ്പൊ നല്ലൊരു നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ദേശീയ ആരോഗ്യ നയം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാന എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആ കൺട്രിയിലുള്ള നമ്മുടെ രാജ്യത്തെ ഓരോ പോപ്പുലേഷനും എല്ലാ പോപ്പുലേഷനിലുള്ള ഓരോരുത്തർക്കും നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ സർവീസുകൾ കിട്ടാറുള്ളത്. അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് സർവീസുകൾ കിട്ടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ അവരുടെ ആരോഗ്യ പോപ്പുലേഷനിലെ ഓരോരുത്തരുടെയും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പല പല പ്രോഗ്രാമുകൾ നമുക്ക് നടപ്പിലാക്കാം. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഇതുപോലെയുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നല്ലൊരു ശരിയായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയത്തിന്റെ അഭാവമാവാം. അല്ല എങ്കിൽ ശരിയായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നം, ഒരു ആസൂത്രണം നടക്കാത്തതിന്റെ പ്രശ്നമാവാം. അല്ല എങ്കിൽ നമുക്ക് ആ ഒരു ഹെൽത്ത് സെക്ടറിന് ആവശ്യമായ ഫണ്ടുകളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാവാം. Okay, then the current national health policy document was released in 2002 with the objectives to increase the current bed population ratio, improve medical care facilities for rural areas, and improve quality of service in the existing hospital and medical care institutions. ഇനി പറയുന്നത് നിലവിലിപ്പോ ഉള്ളതല്ല, നമ്മുടെ ഒരു ടെക്സ്റ്റ് ഉണ്ടായ സമയത്തുള്ളതാണ് കേട്ടോ. ആ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റ് വാസ് റിലീസ്ഡ് ഇൻ 2002 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റ് റിലീസ് ചെയ്യപ്പെട്ടു വിത്ത് അബൌട്ട് ഒബ്ജക്റ്റീവ്സ്. ഏറ്റവും കൂടുതൽ ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടു ഇൻക്രീസ് ദ കറന്റ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ. ഹോസ്പിറ്റലുകളിലെ ബെഡ് പോപ്പുലേഷൻ, നിലവിലുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോയില് വർധനവുണ്ടാക്കുക. ആൻഡ് ഇംപ്രൂവ് മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഫോർ റൂറൽ ഏരിയാസ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ
മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ മെഡിക്കൽ കെയർ ഫെസിലിറ്റി, ആ ഹോസ്പിറ്റലിൽ നൽകുന്ന വൈദ്യ പരിചരണവും അതുമായി ബന്ധപ്പെട്ട മറ്റ് സൗകര്യങ്ങളും എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഏത് മേഖലയിലുള്ളത്? റൂറൽ ഏരിയയിലുള്ള ഹോസ്പിറ്റലുകളിൽ. റൂറൽ ഏരിയ ആണ് കൂടുതലായിട്ടും ഇപ്പൊ പുതിയ നാഷണൽ ഹെൽത്ത് പോളിസീസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അർബൻ ഏരിയയിലേക്ക് ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറും സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഉയർന്നതാണ് അല്ലെ. ഇപ്പൊ റൂറൽ ഏരിയയിലേക്കും ട്രൈബൽ ഏരിയയിലേക്കും വരുമ്പോഴാണ് ഈ ഒരു അഭാവം അല്ലെങ്കിൽ ആ ഒരു അസംതൃപ്തി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇതായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഓരോ നാഷണൽ ഹെൽത്ത് പോളിസിയും എന്തിനാണ് പ്രധാനമായിട്ടും ആ ഒരു എന്ത് ലക്ഷ്യത്തെയാണ് മുറുകെ പിടിക്കുന്നത്? നിലവിലുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ കൊടുക്കുന്ന മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റികളും മെച്ചപ്പെടുത്തുക, ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സർവീസസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ. നിലവിലുള്ള ഹോസ്പിറ്റലുകളിലെ സർവീസുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. ആൻഡ് മെഡിക്കൽ കെയർ മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, നിലവിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ക്വാളിറ്റി ഓഫ് സർവീസുകൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ആ നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റ് 2002 പ്രധാനമായിട്ടും അവര് മുറുകെ പിടിക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. Then the policy was revised in view of experiences gained and a fresh national health policy was released by the government in the year 2002. Many of the objectives of the revised policy are still evading the health planners. But ഇങ്ങനെ ഓരോ വർഷവും നമ്മുടെ ഹെൽത്ത് പോളിസികൾ ഓരോ സെൻട്രൽ ഗവൺമെന്റ് പുറത്തുവിടുന്നു, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോഴും അവർ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അതേസമയം ഈ പറയുന്ന അതിൽ ഉൾപ്പെടുന്ന പല ലക്ഷ്യങ്ങളും, ആ ഒരു റിവൈസ്ഡ് പോളിസിയിൽ ഉൾപ്പെടുന്ന പല ലക്ഷ്യങ്ങളും സ്റ്റിൽ ഇവൈഡ് ഇൻ ദ ഹെൽത്ത് പ്ലാനേഴ്സ്. ഹെൽത്ത് പ്ലാനേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ ആസൂത്രകര് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിൽ ഇവൈഡിങ് എന്ന് വെച്ചാൽ തന്ത്രപൂർവ്വം അത് മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ അതവിടെ നമുക്ക് പ്രാക്ടിക്കബിൾ ആക്കാനായിട്ടുള്ള മതിയായ ഫണ്ടുകൾ ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല രീതിയിലുള്ള എന്താണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസോ കാര്യങ്ങളോ ഇല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഇതിപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നിലവില് പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല അല്ലെ. ഇപ്പോഴും നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ, എല്ലാ രീതിയിലും ഒരു തുല്യത ഇപ്പോഴും അവിടെ, ഒരു ഇക്വാലിറ്റി ഓഫ് സർവീസുകളൊന്നും ഒരിക്കലും ആ രണ്ട് ഏരിയാസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ നാഷണൽ ഹെൽത്ത് പോളിസീസ് ഒക്കെ റിവൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസീസ് ഗവൺമെന്റ് ഓരോ വർഷവും നമ്മളെ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ പോലും ശരിയായിട്ടുള്ള രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യാനും അത് ഓരോ സ്ഥാപനം ഹോസ്പിറ്റലുകളിലും നടപ്പിലാക്കാനും അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ നടപ്പിലാക്കുന്നതും ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നു, ഒരു താറുമാറായി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താണ് അത് തന്ത്രപൂർവ്വം മറച്ചു കളയുന്ന ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പാരഗ്രാഫ്. കംപ്ലീറ്റ് ആയോ? വായിച്ച ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണേ. Next one, experience of many countries having advanced medical care systems has shown that hospitals are very expensive to build.
നമുക്ക് ഒരു ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട് പല കൺട്രീസിന്റെയും എക്സ്പീരിയൻസ്, അതായത് പുതിയ പുതിയ നൂതന മെഡിക്കൽ കെയർ സേവനങ്ങളിൽ നൂതന ചികിത്സാ സംവിധാനങ്ങളുള്ള പല കൺട്രീസിന്റെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എന്താ, വെരി എക്സ്പെൻസീവ് ടു ബിൽഡ് അല്ലെ. ഹോസ്പിറ്റലിൽ നിർമ്മിക്കുന്നത് വളരെ ചെറിയൊരു നിസ്സാര കാര്യമാണോ? അല്ല അല്ലെ. വെരി എക്സ്പെൻസീവ് ടു ബിൽഡ് ആണ് അല്ലെ, വളരെയധികം ചിലവേറിയിട്ടുള്ള ഒരു കാര്യമാണ്. Their initial capital costs are high and the construction and equipment consume tremendous capital investment. അതിന്റെ ആദ്യത്തെ ആ ഒരു പ്രാരംഭ ഘട്ടത്തിലെ ആ ഒരു പ്രാരംഭ മൂലധന നിക്ഷേപം തന്നെ വളരെ ഉയർന്നതാണ് അല്ലെ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻസ്, നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങള്, ഇതെല്ലാം കൺസ്യൂം ട്രെമൻഡസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ആ ഒരു മൂലധനത്തിന്റെ ഒരു ഭൂരിഭാഗവും നമുക്ക് എന്തിനു വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും? ആ നിർമ്മാണത്തിനും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും ആ ഒരു ഉൾപ്പെടുത്തലിൽ നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മൂലധന നിക്ഷേപം നമുക്ക് ഒരുപാട് അതിലേക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഈസ് ദേ ആർ ഓൾസോ വെരി expensive to operate, with their running cost amounting to approximately 1/3 of the initial construction cost for each year of operation. അപ്പൊ ഇത് നമ്മൾ അവിടെ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഇപ്പൊ എക്യുപ്മെന്റ്സ്, കൺസ്ട്രക്ഷൻ ആയിരുന്നു, ഉപകരണങ്ങള്, എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ സജ്ജമാക്കിയാൽ മാത്രം പോരാ അല്ലെ. അതിൽ കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ്. അത് പ്രവർത്തിപ്പിക്കാനും ചിലവേറിയ ഒരു കാര്യമാണ് അല്ലെ. അത് പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളത്. ആൻഡ് വിത്ത് ദ റണ്ണിംഗ് കോസ്റ്റ്, അതിന്റെ ആ ഒരു പ്രവർത്തന കോസ്റ്റ് ചിലവ് എന്ന് പറയുന്നത് എമൗണ്ടിങ് ടു അപ്രോക്സിമേറ്റ്ലി 1/3 ഓഫ് ദ ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ. നമ്മുടെ ആ ഒരു പ്രാരംഭ ഘട്ടത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ചിലവ് വന്നോ അതിന്റെ 1/3 ഭാഗമെങ്കിലും ഓരോ വർഷവും അതിന്റെ ആ ഒരു എക്യുപ്മെന്റ്സ്, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെയും മറ്റു പ്രവർത്തനങ്ങളുടെയും ആ ഒരു റണ്ണിംഗ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വന്നേക്കാം. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എക്സ്പീരിയൻസ് ഓഫ് മെനി കൺട്രീസ് ഹാവിംഗ് അഡ്വാൻസ്ഡ് മെഡിക്കൽ സിസ്റ്റംസ് ഹാസ് ഷോൺ ദാറ്റ് ഹോസ്പിറ്റൽസ് ആർ വെരി എക്സ്പെൻസീവ് ടു ബിൽഡ്. നമുക്ക് മറ്റു സ്ഥാപനങ്ങൾ, അതായത് മറ്റ് കൺട്രീസിലെ അവർ നൂതനമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകൾ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നത് നല്ലൊരു മെഡിക്കൽ കെയർ സംവിധാനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ കൊണ്ടുവരാ എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ടു ബിൽഡ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ പണിയാന്നുള്ളത് വളരെ ചിലവേറിയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ആ ഒരു ആരംഭം, ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ്, ആ ഒരു പ്രാരംഭ ഘട്ടത്തിലുള്ള ആ ഒരു മൂലധന നിക്ഷേപം തന്നെ വളരെ ഉയർന്നതാണ്. അതുപോലെ തന്നെ അത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനും അതിന്റെ എക്യുപ്മെന്റ്സ് അവിടേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നതിനും അങ്ങനെ എല്ലാത്തിനും ആ ഒരു മൂലധന നിക്ഷേപത്തിന്റെ ഒരു ഭൂരിഭാഗവും നമുക്ക് ചിലവേറിയതാണ്, ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിൽ മറ്റൊരു പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേ ഓൾസോ വെരി എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ്. ഇത് നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം പോരാ, അത് പ്രവർത്തനക്ഷമമാക്കണം, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിനും വളരെ ചിലവ് കൂടുതലാണ്. വിത്ത് ദെയർ റണ്ണിംഗ് കോസ്റ്റ് എമൗണ്ടിങ് ടു അപ്രോക്സിമേറ്റ്ലി 1/3 ഓഫ് ദ ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഫോർ ഈച്ച് ഇയർ ഓഫ് ഓപ്പറേഷൻ. അത് ഓരോ വർഷവും അവരുടെ പ്രവർത്തനത്തിന്റെ പ്രാരംഭ നിർമ്മാണ മൂലധനത്തിൽ നിന്നും ഏകദേശം 1/3 നമുക്കത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഓരോ വർഷവും ആവശ്യമായിട്ട് വന്നേക്കാം. So, haphazard planning at the initial stage by inexperienced and uncommitted technical personnel, resulting changes at construction stage, resulting in avoidable drainage of funds. അപ്പൊ നമ്മളിങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്കറിയാലോ, നമ്മളൊരു വീട് ബിൽഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തിയാണ് ചെയ്യാറ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ നിർമ്മിക്കുമ്പോൾ ഒരുപാട് ആസൂത്രണങ്ങൾ ഈ പ്ലാനിങ് നമ്മൾ നടത്തണം. അതേസമയം ഹഫസാഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഒരു ആസൂത്രിതമല്ലാത്ത അല്ലെങ്കിൽ ഒരു ക്രമരഹിതമായിട്ടുള്ള ഒരു ആസൂത്രണം നമ്മൾ നടത്തുമ്പോൾ അത് ഇനിഷ്യൽ സ്റ്റേജ്, പ്രാരംഭ ഘട്ടം മുതൽ തന്നെ ബൈ ഇൻഎക്സ്പീരിയൻസ്, അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് തന്നെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ശരിയായ രീതിയിലുള്ള ആസൂത്രണം നടത്തുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെ, അത് പ്ലാൻ ചെയ്യാൻ അതിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെ നല്ല രീതിയിൽ
രീതിയിൽ അനുഭവ പരിചയമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്കൊരു പ്രതിബദ്ധത അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പേഴ്സണൽസ് ആണ്, അവർക്ക് അധികം രീതിയിലുള്ള ഒരു പ്രതിബദ്ധതയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ടെക്നിക്കൽ പേഴ്സൺസിനെയാണ് പേഴ്സണൽസിനെ ജീവനക്കാരെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ദാറ്റ് റിസൾട്ടിംഗ് ചേഞ്ചസ് അറ്റ് കൺസ്ട്രക്ഷണൽ സ്റ്റേജ്, നമ്മുടെ ആ ഒരു നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പല അധികം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ആൻഡ് റിസൾട്ടിംഗ് ഇൻ അവോയ്ഡബിൾ ഡ്രെയിനേജ് ഓഫ് ഫണ്ട്സ്, അല്ലെ, നമ്മുടെ ആ ഒരു ഫണ്ടുകളുടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫണ്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഒരു വീട് നിർമ്മിക്കുന്നു, നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ നമ്മളെ ഒരു എഞ്ചിനീയറെയോ നമ്മൾ സമീപിച്ച് നല്ല രീതിയിലുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി തരുമ്പോൾ നമ്മൾ ഏൽപ്പിച്ച വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മളോട് വലിയ രീതിയിലുള്ള ഒരു പ്രതിബദ്ധതയോ കാര്യങ്ങളോ ഇല്ല, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തുക അനാവശ്യമായിട്ട് ചിലവാവില്ലേ? ചിലവാവോ? ചിലവാവില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണമില്ല, ഒരു ക്രമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണമില്ലായ്മ, ഒരു പ്രാരംഭഘട്ടം മുതൽ തന്നെ ഒരു അനുഭവ പരിചയമില്ലാത്തവരാവാം, അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധത ഇല്ലാത്തവരാവാം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഫണ്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്ന് വേഗം ഒരു 2 പാരഗ്രാഫ് വായിച്ചു കേട്ടോ. വായിച്ചു കഴിയുന്നവർ ഇന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then next, with the exception of some private hospital built for privileged people where money is not a restricting factor, adequate financial resources, hospitals are not available in most developing countries, even though medical care needs are immense. But ഇവിടെ with the exception of some private hospital, ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ നമുക്ക് ഒഴിച്ചു നിർത്താം. കാരണം ആ ഒരു ചില പ്രൈവറ്റ് ഹോസ്പിറ്റല് ബിൽഡ് ഫോർ പ്രിവിലേജ്ഡ് പീപ്പിൾ, അല്ലെ, നല്ല ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ചില ആശുപത്രികളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ശരിയല്ലേ? നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫീസുകളും കാര്യങ്ങളും വരുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, ഇല്ലേ? ഉണ്ടോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ അത് പ്രിവിലേജ്ഡ് പീപ്പിളിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അതാ മണി ഈസ് നോട്ട് എ റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പണിയാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും പണം എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പരിമിത ഘടകമായിട്ട് വരുന്നില്ല. അവർക്ക് അഡിക്വേറ്റ് മതിയായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ ലഭ്യമായിരിക്കും. എന്നാൽ മറ്റ് ഹോസ്പിറ്റൽസിനെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇതാണ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള മറ്റു ഹോസ്പിറ്റലിനെ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ മതിയായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫണ്ടുകളൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ദ മോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഈവൻ ദോ മെഡിക്കൽ കെയർ നീഡ്സ് ആർ ഇമൻസ്, നമ്മുടെ മെഡിക്കൽ കെയർ നീഡ്സ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ
വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ആ ഒരു പരിചരണം, ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപാട് ആവശ്യമായി വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് സർവീസുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാനും അത് പ്രവർത്തനക്ഷമമാകാനും ചിലപ്പോൾ മതിയായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ ഫണ്ടുകളുടെ അഭാവം അല്ലെങ്കിൽ ലഭ്യത ഉണ്ടാകണമെന്നില്ല. അത് എങ്ങനെയാണ് എക്സെപ്റ്റ് അത് മറ്റേ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലെ ബാധിക്കില്ല കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽ എങ്ങനെയാണ് അവര് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർക്ക് ഈ പണം എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ഒരു പരിമിത ഘടകമായിട്ട് മാറുന്നില്ല. പക്ഷേ അല്ലാത്ത ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ നമ്മുടെ ആ ഒരു വൈദ്യപരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള സർവീസുകൾ കൊടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റല് നിർമ്മിക്കാനും പ്രവർത്തനക്ഷമമാക്കാനും വേണ്ടിയിട്ട് ചിലപ്പോൾ ഫണ്ടുകൾ അവൈലബിൾ ആവണമെന്നില്ല. And essential hospital services required for the community can be met most economically only with adequate thought given to planning, design, construction and operation of health care facilities. അപ്പൊ ഇങ്ങനെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ ആവശ്യമായിട്ട് വരുന്ന കമ്മ്യൂണിറ്റിക്ക് അത് നമുക്ക് വളരെ സാമ്പത്തികപരമായിട്ട് നമുക്കത് നിറവേറ്റി നൽകണമെങ്കിൽ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ ആസൂത്രണം, അതിന്റെ രൂപകൽപ്പന, അതിന്റെ നിർമ്മാണം, അതിന്റെ പ്രവർത്തനം മുതലായ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ശരിയായിട്ടുള്ള ഒരു മതിയായ ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ചിന്ത കെടുത്താൽ മാത്രമേ നമുക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവൻ വേറെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ ആഡിറ്റേറ്റ്. ഇപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ റിസോഴ്സസ് മതിയായ അളവിലുണ്ട്. അതിന് എങ്ങനെ ആ ഒരു റിസോഴ്സ് നമുക്ക് എങ്ങനെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും will only be made when sufficient thought is given to planning. ആ ഒരു ആസൂത്രണം നടത്തുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട മതിയായ ഒരു ചിന്ത നമ്മൾ കൊടുക്കുകയും നമ്മൾ മതിയായ രീതിയിൽ അത് ചിന്തിച്ച് അത് ആസൂത്രണം ചെയ്ത് ഈ വിഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ റിസോഴ്സുകൾ നമുക്ക് എങ്ങനെ ഇത് നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന രീതിയിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ രീതിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ കൊണ്ടുവരാനും ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കി അത് എക്കണോമിക്കലി അവിടെയുള്ള വരുന്ന ഓരോ പേഷ്യൻസിനും സാമ്പത്തികപരമായിട്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനും സാധിക്കുള്ളൂ. നമ്മളൊരു വീട് പണിയുമ്പോൾ അങ്ങനെയല്ലേ, നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടാവും അല്ലെ, ഇത്ര രൂപ നമ്മൾ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടാവും ഇല്ലേ, ശരിയല്ലേ? ഒരു വീട് ബിൽഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇത്ര രൂപയുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്നതാവണമെന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനുള്ളിൽ നിൽക്കുന്ന രീതി അപ്പൊ അത്രയും ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാക്സിമം നന്നായി ഉപയോഗിച്ച് അതിൽ ഉൾപ്പെടുന്ന രീതിയിൽ അല്ലെ, ആ പണത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മാക്സിമം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് നമ്മൾ നോക്കാം. ഇവിടെയും അതേപോലെ തന്നെ എത്രത്തോളം ഫണ്ടുകൾ അവൈലബിൾ ആണോ ആ ഫണ്ടുകൾ നമ്മൾ മാക്സിമം ബെസ്റ്റ് ആയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ശരിയായ രീതിയിലുള്ള പ്ലാൻ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സേവനങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ലാസ്റ്റ് പാരഗ്രാഫ്. Okay. Then next one ആണ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിംഗ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ തത്വങ്ങളാണ് പറയുന്നത്. A hospital is responsible to render an essential service. ഒരു ഹോസ്പിറ്റല് അവശ്യ സേവനങ്ങൾ നൽകാനായിട്ട് ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ്. And in fulfilling his responsibility, hospital planning should be guided by certain universally acknowledged principles that are useful irrespective of the level of planning, that is,
whether at the national level, state level or individual hospital level. ഇപ്പൊ ഇവിടെ ഏതൊരു ഹോസ്പിറ്റലും അവശ്യ സേവനങ്ങൾ നൽകാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇനി ഈ ഒരു സേവനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി, അവരുടെ ഈ ഒരു ഉത്തരവാദിത്തം നിറവേറ്റണമെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഷുഡ് ബി ഗൈഡഡ് ബൈ സർട്ടൻ യൂണിവേഴ്സലി അക്നോളജ്ഡ്, ഒരു സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ട കുറച്ച് തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. യൂസ്ഫുൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്ലാനിംഗ്, ഏത് ലെവൽ ഓഫ് പ്ലാനിംഗ്, അതിപ്പോ ഒരു നാഷണൽ ലെവലിൽ വേണോ, ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള പ്ലാനിംഗ് ആണോ ആവശ്യം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ലെവലിലുള്ള പ്ലാനിംഗ് ആണോ ആവശ്യം, അങ്ങനെ ഏതുമായിക്കോട്ടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവരുടെ ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അവശ്യ സേവനങ്ങൾ പോപ്പുലേഷൻ ലെവലിൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന സാർവത്രികമായി അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള കുറച്ച് തത്വങ്ങൾ പാലിച്ചാലേ അവർക്കത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. And these principles were developed and have relevance and usefulness to us. They were over 5 decades ago. 5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് മുതലേ ഇത് വളരെ യൂസ്ഫുൾ ആൻഡ് റെലവൻസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തിയൊക്കെ നമ്മുടെ നാടുകളിൽ പ്രചാരത്തിലുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് ഡെവലപ്പ് ആൻഡ് ഹാവ് റെലവൻസ്, അപ്പൊ അതിന്റെ ആ ഒരു പ്രസക്തി അത് അവിടെ 5 ദശാബ്ദത്തിന് മുന്നേ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു റെലവൻസ്, പ്രസക്തിയും അതിന്റെ ആ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലവിലും ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഈ ഒരു പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അവിടെ ഫുൾഫിൽ ചെയ്തെടുക്കുന്നത്. അതിന്റെ കേസസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി. അപ്പൊ നമുക്ക് ഓരോരോ ടേംസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു പേഷ്യൻസിന് ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ലഭിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റല് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോ ഇപ്പൊ കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ നമുക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക് വയബിലിറ്റി, അങ്ങനെ ഓരോരോ ടേംസ് ആയിട്ട് നമുക്ക് ഇത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളെയാണ് നമ്മൾ ഓരോരോ ഗൈഡിങ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി. ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ ത്രൂ അഡോപ്റ്റിംഗ് ദ ഫോളോയിങ് മെഷേഴ്സ്, ഹോസ്പിറ്റലിൽ സ്വീകരിക്കേണ്ട കുറച്ച് മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നവ. ക്ലിയർ ആവുന്നുണ്ടോ? ഫസ്റ്റ് പറഞ്ഞു പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി. മനസ്സിലായോ? ഇത്രയും വരെയും ക്ലിയർ ആണോ? ഓക്കെ, നോക്കിയപ്പോ പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി ഇതിൽ പറയുന്നത് പേഷ്യന്റ് കെയർ ഓഫ് ഹൈ ക്വാളിറ്റി, ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ഓരോ ഹോസ്പിറ്റലിനും നമുക്ക് അവിടുത്തെ പേഷ്യൻസിന് നേടിക്കൊടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റല് അഡോപ്റ്റ് ചെയ്യേണ്ട കുറച്ച് മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതിൽ അവർ ഫോളോ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് provision of appropriate technical equipment and facilities necessary to support the hospital objectives. ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ഒരു ഹൈ ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റൽ എന്ത് വേണം? മതിയായിട്ടുള്ള ടെക്നിക്കൽ എക്വിപ്മെന്റുകളും മറ്റു സൗകര്യങ്ങളും വേണം. ശരിയല്ലേ? അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. വേണ്ടേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു കെയർ വരുന്ന പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. എന്താണ്? പ്രൊവിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ്, ഉചിതമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ഉപകരണങ്ങളും സേവനങ്ങളും ഫെസിലിറ്റി സൗകര്യങ്ങളും ഒക്കെ ആ ഒരു ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക. അപ്പൊ അങ്ങനെ നൽകുമ്പോൾ അതിലൂടെ വരുന്ന ഓരോ പേഷ്യൻസിനും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, an organizational structure that assigns responsibility appropriately and requires accountability for the various functions within the institution. രണ്ടാമത് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു ഓർഗനൈസേഷൻ ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. അതായത്
ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, വിഭജിച്ച് കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉചിതമായിട്ട് ഓരോരുത്തർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് നൽകുക. മനസ്സിലായോ? ആൻഡ് റിക്വയർസ് അക്കൗണ്ടബിലിറ്റി ഫോർ ദ വേരിയസ് ഫംഗ്ഷൻ വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങളും ഓരോരോ ആളുകൾക്ക് നമ്മൾ വീതിച്ച് അല്ലെങ്കിൽ ഉചിതമായിട്ട് നൽകുമ്പോൾ അവരവരുടേതായ റെസ്പോൺസിബിലിറ്റി മികച്ചതായിട്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് ആ ഓരോ പ്രവർത്തനങ്ങളിലും ആ ഒരു ഉത്തരവാദിത്തം നമുക്ക് കാണിക്കാനും സാധിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മികച്ചതായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വരുന്നില്ല. വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ ആദ്യം ആ ഹോസ്പിറ്റലിൽ എന്ത് നൽകണം? ഉചിതമായിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങളും നൽകുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉചിതമായ ആളുകൾക്ക് നൽകുകയും ചെയ്യുക. ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കുക. അവർ ആ റെസ്പോൺസിബിലിറ്റി മികച്ചതായിട്ട് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൂടെ ഹോസ്പിറ്റൽസിൽ വരുന്ന ഓരോ പേഷ്യൻസിനും ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും 2 പോയിന്റ്സ് ക്ലിയർ ആണോ? Okay. Then a continuous review of the adequacy of care provided by physician, nursing staff and paramedical personnel and of the adequacy with which it is supported by other hospital activities. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫിസിഷ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകൾ ആയിക്കോട്ടെ, മറ്റു പാരാമെഡിക്കൽ പേഴ്സണൽ ആയിക്കോട്ടെ, അവർക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് അവലോകനം ചെയ്യണം അല്ലെങ്കിൽ പരിശോധിക്കണം. The continuous review of the adequacy of care. അവര് പര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായിട്ടുള്ള പരിചരണം ഫിസിഷ്യൻസ് വരുന്ന പേഷ്യൻസിന് നൽകുന്നുണ്ടോ? നഴ്സിംഗ് സ്റ്റാഫുകൾ അവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? പാരാമെഡിക്കൽ പേഴ്സണൽസ് അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഒരു തുടർച്ചയായിട്ട് അവലോകനം ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക. With which it is supported by other hospital activities. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവലോകനം ചെയ്യുകയും വേണം. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള കെയർ പരിചരണങ്ങൾ അവരുടെ വരുന്ന പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കൂടി വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. Patient care of a high quality. വായിച്ചു കഴിയുന്നവർ റിപ്ലൈ ചെയ്യാട്ടാ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ്. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. ഒരു ഫലപ്രദമായ കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ഏകോപനം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം? എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ ഷുഡ് ബി അച്ചീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ ത്രൂ അഡോപ്റ്റിംഗ് ഫോളോയിങ് മെഷേഴ്സ്. താഴെ പറയുന്ന ഓരോ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ഏകോപനം ഉണ്ടാക്കിയെടുക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ്, എ ഗവേണിംഗ് ബോർഡ് മെയ്ഡ് അപ്പ് ഓഫ് പേഴ്സൺ ഹു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ലീഡർഷിപ്പ് എബിലിറ്റി. അപ്പൊ ആദ്യം ഒരു ഭരണസമിതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയുള്ള ഭരണസമിതിയാണ്, അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം? മെയ്ഡപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു ഭരണസമിതി ഉണ്ടാക്കുക. അത് ആരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഉണ്ടാക്കേണ്ടത്? ഹു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്കണ്ഠകൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ ഉള്ള ആളുകള്, നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് കൺസേൺ ഉള്ള ആളുകള്, അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി ആൻഡ് ലീഡർഷിപ്പ് എബിലിറ്റി, നല്ല നേതൃത്വ കഴിവുകളുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഒരു ഭരണസമിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പോളിസി ദാറ്റ് അഷ്യൂർസ് the availability of services to all the people in the hospital service area. ഓരോ ഹോസ്പിറ്റലും സർവീസ് കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, അവരുടെ ചുറ്റുമുള്ള ആ ഒരു പോപ്പുലേഷൻ ഏരിയ. ആ ഒരു ഹോസ്പിറ്റൽ സർവീസ് ഏരിയയിലെ എല്ലാ ആളുകൾക്കും അവിടെ അവൈലബിലിറ്റി ഓഫ് സർവീസസ്, ആ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഹോസ്പിറ്റൽ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അവർ സംഘടിപ്പിക്കുന്ന, ഈ ഭരണസമിതികൾ സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ പങ്കാളികളാവുകയും ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ, ഒരു പ്രതിരോധ പരിചരണങ്ങൾ നൽകുകയും ചെയ്യുക. നാലാമത്തത്, എ പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാം ദാറ്റ് കീപ്സ് ദ കമ്മ്യൂണിറ്റി ഐഡന്റിഫൈ ദ ഹോസ്പിറ്റൽ ഗോൾ, ഒബ്ജക്റ്റീവ് ആൻഡ് പ്ലാൻസ്. ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാമുകൾ, പൊതുജനങ്ങൾക്ക് ഇൻഫർമേഷൻസ് നൽകുന്ന പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കുക, ഈ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ ഗോൾ എന്താണ്, ഈ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്, എന്താണ് ആ ഹോസ്പിറ്റലിന്റെ പ്ലാൻ എന്താണ്, പദ്ധതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സർവീസുകളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ആ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി നൽകുകയും ചെയ്യുക. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷന് വേണ്ടിയിട്ടുള്ള 4 മെഷേഴ്സ് ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത്, കമ്മ്യൂണിറ്റിയിലെ തന്നെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണസമിതി ഉണ്ടാക്കുക, ഒരു ഗവേണിംഗ് ബോർഡ്, ഒരു ഭരണസമിതി. അല്ലെങ്കിൽ ആ ഒരു ഗവേണിംഗ് ബോർഡിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞേ, ഹോസ്പിറ്റലിനോടും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയോട് നല്ലൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നല്ല ലീഡർഷിപ്പ് എബിലിറ്റി, നല്ലൊരു നേതൃത്വ കഴിവുകളുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ആ ഒരു ഭരണസമിതി രൂപീകരിക്കുക. ആ ഭരണസമിതിയുടെ നേതൃത്വത്തില് ആ ഹോസ്പിറ്റൽ സർവീസ് ഏരിയയിലുള്ള ഓരോ ആളുകൾക്കും ശരിയായ രീതിയിൽ ആ സർവീസുകളെല്ലാം ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുക. മൂന്നാമത്തെ കാര്യം, ഹോസ്പിറ്റൽസ് ഇവരുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിൽ പങ്കാളികളാവുകയും ഒരു പ്രതിരോധ പരിശീലനം നൽകുകയും ചെയ്യുക. ഒരു രോഗങ്ങളെ കുറിച്ചും അവരുടെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ നടത്തി മുൻകരുതൽ എടുക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. നാലാമത് പറഞ്ഞത്, പൊതുജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാമുകൾ നടത്തുക. ഈ ഒരു ഭരണസമിതിയോട് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇത് നടത്തുക. അങ്ങനെ ഒരു നടത്തി കഴിഞ്ഞാൽ അതിലൂടെ എന്ത് മനസ്സിലാക്കണം, അതായത് കമ്മ്യൂണിറ്റിയിലെ ഓരോ അംഗങ്ങൾക്കും നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്, എന്തൊക്കെയാണ് പുതിയ പുതിയ പദ്ധതികള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും ഒരു അവസരങ്ങൾ നൽകുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ നാലെണ്ണം. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കേട്ടോ. പേഷ്യന്റ് കെയർ ഓഫ് എ ഹൈ ക്വാളിറ്റി, ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുന്നത്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഭാഗങ്ങൾ കുറച്ചധികം ഉണ്ട് കേട്ടോ, കുറച്ചെണ്ണം ഉണ്ട്. അപ്പൊ അത് ഓരോന്നും നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഹൈ ക്വാളിറ്റി കെയർ, പേഷ്യൻസിന് ഒരു ഹൈ ക്വാളിറ്റി കെയർ കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാം, അതിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. പോയിന്റ്സ് നിങ്ങൾ നോക്കണേ, ബൈഹാർട്ട് ഒന്നും ചെയ്യണമെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വരാണ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഏതിൽ നിന്നാണ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചോദിക്കുന്ന സമയത്ത് അത് ഇന്നതാണെങ്കിൽ അത് ഓക്കെ, അതിൽ ഇത് ഓൾ ഓഫ് ദി എബോവ് ആണ്, അല്ലെങ്കിൽ ഇന്ന പോയിന്റ്സ് മാത്രമാണ് വരുന്നെങ്കിൽ അത് മാത്രം നോട്ട് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള
കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ നടത്തണമെങ്കിൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ ഒരു ഹോസ്പിറ്റൽ അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് 4 പോയിന്റ്സ് പറഞ്ഞു. ആ 4 പോയിന്റ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഫോളോ ചെയ്യേണ്ട മെഷേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവണം. അത് ഇതിലുള്ളതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിലുള്ളതാണോ. ഇനി വരുമ്പോൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പൊ ഓരോന്നും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു പോയാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചോദിക്കാറുള്ളതാണ്, എപ്പോഴും ക്വസ്റ്റ്യൻസിന് ഉണ്ടാവാറുള്ള ഒരു ഇതാണ് കേട്ടോ, ക്വസ്റ്റ്യൻ ഭാഗമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൂ കേട്ടോ. 7th മോഡ്യൂളിലൊക്കെ വളരെ എളുപ്പമാണ്. വ്യക്തമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ. ഇപ്പോഴേ തുടങ്ങിയ ഓരോ ക്ലാസ്സിലെ നമ്മുടെ ആ ഓരോ പോർഷൻസ് നിങ്ങളൊന്ന് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഈ ഒരു ചാപ്റ്റർ പ്രത്യേകിച്ച്. ക്ലിയർ ആണോ? ഓക്കെ, ഇന്ന് മിസ് ഇവിടെ വരെ 2 എടുക്കുന്നുള്ളൂ കേട്ടോ. അധികം കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ എക്കണോമിക് എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ വരെ. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് കുറച്ച് ലെങ്തി ആണ്, തീരില്ല. അത് പകുതി വെച്ച് നമ്മൾ നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ എക്കണോമിക് കമ്മ്യൂണിറ്റി എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. നോട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.